കോതമംഗലം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിൽ മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചു. കേരള നോളജ് ഇക്കോണമി മിഷൻ ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ KKEM, കൈറ്റ് പ്രൊജക്ട് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജോബ് ഫെയർ നടത്തിയത്. കോതമംഗലം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ കേരള നോളജ് ഇക്കോണമി മിഷൻ ആന്റണി ജോൺ MLA കൈറ്റ് പ്രോജക്ട്, കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെ മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. KKEM ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല കരിയർ ഫെയർ 2024 ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു KKEMന്റെ നോളജ് ഇക്കോണമി മിഷന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഫാദറിന്റെ കത്ത് വന്നപ്പോൾ ഡെന്റൽ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കിയവരുടെ ഒരു പ്ലേസ്മെന്റ് ഉദ്യമമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രദേശത്തെ, വിശേഷിച്ച് ഈ മണ്ഡലത്തിലെ ബഹുമാന്യനായിട്ടുള്ള MLAയുടെ നേതൃത്വത്തിൽ എല്ലാ പൊതു സമൂഹത്തിൽപ്പെടുന്ന എല്ലാ അഭ്യസ്ത വിദ്യർക്കും തൊഴിൽ ലഭ്യമാകുന്നതിനുള്ള ഒരു അവസരമാണ് കോളേജിൻ്റെ നേതൃത്വത്തിൽ, അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത് എന്നതാണ് ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു വസ്തുത. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ കമ്മ്യൂണിറ്റിയിൽ, സമൂഹത്തിൽ മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് നമ്മളിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തവരെ കൂടി ചേർത്ത് പിടിക്കാൻ ഉള്ള ഒരു മനസ്സിലേക്ക് ഉയരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അർത്ഥം പൂർത്തിയാകുന്നത്. മാത്തോമ ചെറിയപള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ, സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് അംഗം അഡ്വക്കേറ്റ് റോണി മാത്യു, MBMM അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചേരി, ട്രഷറർ ഡോക്ടർ റോയി M ജോർജ്, ബോർഡ് മെമ്പർ പ്രീത് സി പോൾ, പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു പോൾ കുര്യൻ, കുടുംബശ്രീ മിഷൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ റെജീന PM, കോളേജ് മാനേജർ ഷാജി പീറ്റർ, MBMM അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബാബു കൈപ്പള്ളിൽ എന്നിവർ സംസാരിച്ചു. ഓൺലൈൻ രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ നിലയിലുമുള്ള സൗകര്യങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ഒരുക്കി കൊടുത്തതിന്റെ തുടർച്ചയിലാണ് ഇന്ന് ഡയറക്ടർ തന്നെ നേരിട്ട് ഇവിടെ എത്തി ഇതിന്റെ ഉദ്ഘാടനം കൂടി നിർവഹിക്കുന്നത്. കേരളത്തിൽ അഭ്യസ്ത വിദ്യരായവർക്ക് 5 വർഷക്കാലം കൊണ്ട് 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന ഒരു ഇടപെടലാണ് കേരളത്തിലെ ഗവൺമെന്റ് ഈ ഒരു മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി തൊഴിൽ ദാതാക്കളും തൊഴിൽ അന്വേഷകരുമെല്ലാം ഒരേ കുടക്കീഴിൽ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള തൊഴിൽ മേളകൾ ഇപ്പോൾ സംഘടിപ്പിച്ചു വരികയാണ്. തൊഴിൽ മേളയിൽ നേരിട്ടും ഓൺലൈൻ ആയും 200ഓളം കമ്പനികളും 1000-ൽ പരം ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു. മീഡിയ 60 കോതമംഗലം.